അലിഫ് ലാം മീം എന്നതിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ രണ്ട് മേഖലകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന്, അലിഫ് ലാം മീം എന്നതിൻ്റെ മഅന എന്താണ്. രണ്ട്, അലിഫ് ലാം മീം എന്നതിൻ്റെ മഗ്സ എന്താണ്. രണ്ട് കാര്യങ്ങൾ, മഅനയും മഗ്സയും. അലിഫ് ലാം മീം എന്നതിൻ്റെ മഅന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്. എന്താണ് അലിഫ് ലാം മീം എന്നതിൻ്റെ അർത്ഥം? മുഫസ്സിറുകൾ ചിലർ പറഞ്ഞു അലിഫ് ലാം മീം എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അല്ലാഹു അഅലം, ആ അഭിപ്രായം ശരിയല്ല. അലിഫ് ലാം മീം എന്നതിൻ്റെ അർത്ഥം മുഫസ്സിരീങ്ങളിൽ പലരും വിശദീകരിച്ചിട്ടുണ്ട്. അതെ, അലിഫ് എന്നത് അല്ലെങ്കിൽ ലാം എന്നത് മീം എന്നത് അതിന് അർത്ഥമില്ല. അത് ഓരോ അക്ഷരങ്ങളാണ്, ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥമില്ല. പക്ഷേ അലിഫ് ലാം മീം അതിനെന്താണ് അർത്ഥം? മുഫസ്സിരീങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞു സൂറത്തിൻ്റെ പേരാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ചിലർ പറഞ്ഞു സൂറത്തിൻ്റെ ആരംഭം തിരിച്ചറിയാനുള്ള അടയാളമാണെന്ന് പറഞ്ഞവരുണ്ട്. വേറെ ചിലർ തഫ്സീർ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ പോലുള്ളവരിന് തഫ്സീർ വന്നിട്ടുണ്ട്. അതിൻ്റെ സനദുകളിൽ ചർച്ചകൾ ഉണ്ടായേക്കാം. അലിഫ് ലാം മീം എന്നതിൻ്റെ അർത്ഥം അത് പണ്ഡിതന്മാർ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഏത് അർത്ഥമാണ് ശരി, ഏതാണ് ഏറ്റവും കൃത്യമായത് എന്ന് ഉറപ്പു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോ മറ്റോ സ്ഥിരപ്പെട്ടു വരാത്തിടത്തോളം സാധ്യമല്ല. ഉദാഹരണത്തിന് നൂൻ. ചില ആളുകൾ പറഞ്ഞു നൂൻ എന്ന് പറഞ്ഞാൽ ഹൂറ്റാണ്, മീനാണ്. ദിന്നൂൻ എന്ന് കേട്ടില്ല നിങ്ങൾ? ആ സൂറത്തിലാകട്ടെ യൂനുസ് നബിയുടെ കുറിച്ചുള്ള പരാമർശം സൂറത്തു അൽ ഖലമിലുണ്ട്. വലാ തകുൻ കസാഹിബിൽ ഹൂതി ഇദ് നാദ വഹുവ മഖ്ദൂം. സൂറത്തു നൂൻ. ചില ആളുകൾ പറഞ്ഞ തഫ്സീർ അതാണ്, നൂനിൻ്റെ അർത്ഥം അതാണ് അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. താഹ അതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ അർത്ഥം എന്താണ്? മുഫസ്സിരീങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇതിലേതെങ്കിലും ഒരു അർത്ഥം അത് തന്നെയാണ് ശരി എന്ന് ഉറപ്പ് പറയുക സാധ്യമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറയാത്തിടത്തോളം കാലം. പക്ഷെ അതിൻ്റെ അർത്ഥമുണ്ടോ? ഉണ്ട് എന്നതുകൊണ്ടാണ് മുഫസ്സിരീങ്ങൾ അത് വ്യാഖ്യാനിച്ചത്, വിശദീകരിച്ചത്. മുൻഗാമികൾ അത് വിശദീകരിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമില്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ അർത്ഥങ്ങളിൽ ഏതാണ് ശരി അല്ലാഹു അഅലം. തെളിവ് വരാത്തിടത്തോളം നമുക്കൊരു പ്രത്യേക അർത്ഥം ഇന്നതാണ് ശരി എന്ന് ഉറപ്പ് പറയുക സാധ്യമല്ല എന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ലൈസ ലഹ മഅന വലാകിൻ ലഹ മഗ്സ. അലിഫ് ലാം മീം എന്ന ഈ ഓരോ അലിഫ് ലാം മീം ഈ ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ അർത്ഥമില്ലെങ്കിലും ലഹ മഗ്സ, അതുകൊണ്ടൊരു മഗ്സയുണ്ട്. മഗ്സ എന്ന് പറഞ്ഞാൽ ഉദ്ദേശമുണ്ട്. ഈ പറഞ്ഞ വാക്കുകൾക്ക് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അത് സംശയമില്ലാത്ത കാര്യമാണ്. അലിഫ് ലാം മീം താഹ, അലിഫ് ലാം റാ, ഹാമീം, കാഫ് ഹാ യ ഐൻ സാദ്, നൂൻ സാദ് ഖാഫ്, ഇതിനു പിന്നിൽ ഒരു മഗ്സയുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഈ അക്ഷരങ്ങൾ സൂറത്തുകളുടെ ആരംഭത്തിൽ കൊണ്ടുവന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? അല്ലാഹു അഅലം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ നൽകിയ ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ അദ്ദേഹം സ്വീകരിച്ച, അതുപോലെ തന്നെ ധാരാളം മുഹഖിഖീങ്ങളായ മുഫസ്സിരീങ്ങൾ സ്വീകരിച്ച അഭിപ്രായം ഈ പറഞ്ഞത് ഇവിടെ നമ്മൾ ഈ തഫ്സീറിലുള്ളതുപോലെ തന്നെ ഫീഹ ഇഷാറത്തുൻ ഇലാ ഇഅ്ജാസിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ ഇഅ്ജാസ്, ഖുർആൻ പോലൊന്ന് സൃഷ്ടികൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല എന്നതാണ് ഈ പറഞ്ഞ അക്ഷരങ്ങളുടെ സൂചന. എങ്ങനെയാണത് സൂചിപ്പിക്കുന്നത്? കാരണം ഈ അക്ഷരങ്ങൾ അറബികൾ അവർ സംസാരിച്ചിരുന്ന അറബി ഭാഷയിലെ അക്ഷരങ്ങളാണ്. അലിഫ് ലാം മീം ഇതൊക്കെ അവർ സംസാരിച്ച അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വന്നിരിക്കുന്നത്. ഖുർആനിലെ ആയത്തുകളിലുള്ളത് ഏതക്ഷരമാണ്? അലിഫുണ്ട്, ലാമുണ്ട്, മീമുണ്ട്, സ്വാദുണ്ട്, നൂനുണ്ട്, ഖാഫുണ്ട്. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അറബി ഭാഷ, ആ ഭാഷയിൽ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അക്ഷരങ്ങളാണ് ഈ ആയത്തുകളിൽ, ഈ വാക്കുകളിലുള്ളത്. ഇവ ചേർന്നുകൊണ്ടാണ് ഈ ആയത്തുകൾ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? എങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇത്രയും പരിചിതമായ ഈ അക്ഷരങ്ങൾ കൊണ്ടുള്ള ഖുർആൻ അതുപോലെ സമാനമായ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ അതിലുള്ള ഒരു അധ്യായത്തിന് സമാനമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരും. ഇതാണ് ഈ പറഞ്ഞ അക്ഷരങ്ങൾക്ക് പിറകിലെ ഉദ്ദേശം. അലിഫ് ലാം മീം ഏത് അക്ഷരങ്ങളാണെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതാണ്. ഈ അക്ഷരങ്ങൾ അലിഫ് ലാം മീം ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ ഇവ കൂടി ചേർന്നുകൊണ്ടാണ് വാക്കുകൾ ഉണ്ടായത്. ആ വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വാചകങ്ങൾ ഉണ്ടായത്. ഈ വാചകങ്ങൾ കൊണ്ടാണ് ഖുർആനിലെ ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്.
എങ്കിൽ ശരി, നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾക്ക് പരിചിതമായ, നിങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ഈ അക്ഷരങ്ങൾ കൊണ്ട് ഇതിന് സമാനമായ ഒന്ന് നിങ്ങൾ കൊണ്ടുവരും. അല്ലാഹു അലം ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നതാണ് ഹുറൂഫുൽ മുഖത്തഅ വന്ന എല്ലാ സൂറത്തുകൾ അവയുടെ സാഹചര്യങ്ങളും. 29 സൂറത്തുകൾ ഇത് കാണാം. 29 സൂറത്തുകളിലും ഈ അക്ഷരങ്ങൾക്ക് ശേഷം ഖുർആനിനെ കുറിച്ചോ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ഖുർആനിൻ്റെ പ്രത്യേകത സൂചിപ്പിക്കുന്നതോ ആയ എന്തെങ്കിലും ഒരു പരാമർശം തൊട്ടുടനെയോ അതല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഉള്ളതുപോലെ അലിഫ് ലാം മീം പറഞ്ഞ ഉടനെ എന്താ പറഞ്ഞത്? ദാലിക്കൽ കിതാബ്, ഉടനെ അതേ പറഞ്ഞത്. ഇനി അടുത്ത സൂറത്തായ സൂറത്ത് അൽ ഇമ്രാൻ അലിഫ് ലാം മീം, കുറച്ച് ആയത്തുകൾ ഇങ്ങോട്ട് ഇറങ്ങിയാൽ അവിടെ തന്നെ അൻസൽ അൽ ഫുർഖാൻ, അതുപോലെ തന്നെ ഹുവല്ലദീ നസ്സല അലൈക്കും അൽ കിതാബ ഫീഹി ആയാത്തു മുഹ്കമാത്തു ഹുന്ന ഉമ്മുൽ കിതാബ് വഖുറ മുതശാബിഹാത്ത്, അതുപോലെ തന്നെ ഖാഫ് വൽ ഖുർആൻ അൽ മജീദ്, അതുപോലെ തന്നെ സ്വാദ് വൽ ഖുർആനി ദിദ്ദിക്കർ. ഇങ്ങനെ ഈ ഹുറൂഫുകൾ വന്ന എവിടെയുണ്ടോ അതിന് തൊട്ടുടനെ ഒന്നല്ലെങ്കിൽ കാണാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ സൂറത്തിൽ ഖുർആനിൻ്റെ ഇഅ്ജാസ്, വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ്, ഇത് മഹത്തരമായ ഗ്രന്ഥമാണ്, ഇതുപോലൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല, ഇതിന് ഇത്ര പ്രത്യേകതകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാണാൻ സാധിക്കും. ഇബ്നു കസീർ അദ്ദേഹം പറഞ്ഞേക്കാണ് ഇത് എല്ലായിടത്തും ഉണ്ട്. ഇതെന്തിനുള്ള സൂചനയാണ്? ഈ പറഞ്ഞ അക്ഷരങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഈ വെല്ലുവിളിയാണ്, ഈ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ സംസാരിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട് ആണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വന്നിട്ടുള്ളത് എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇതുപോലുള്ള ഈ ഖുർആനിലെ അധ്യായങ്ങൾക്ക് സമാനമായ അധ്യായം നിങ്ങൾ കൊണ്ടുവരും. സൂറത്തുൽ ബഖറ പ്രത്യേകിച്ചും, സൂറത്തുൽ ബഖറയിൽ ഈ വെല്ലുവിളി വ്യക്തമായി വന്നതാണ് അല്ലേ? 23, 24 ആയത്തുകളിൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, നിങ്ങൾ നമ്മുടെ ദാസനുമേൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ അവതരിപ്പിച്ചതിൽ സംശയത്തിലാണെങ്കിൽ ശരി, ഇതുപോലെ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരും. ഇതാണ് പല മുഫസ്സിറുകളും, ധാരാളം മുഫസ്സിറുകളുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹു അലം ഇതാണ് അതിൻ്റെ ഉദ്ദേശം എന്നതിനുള്ള മറ്റൊരു തെളിവ് ഈ പറഞ്ഞ സൂറത്തുകൾ അറബികൾ കേട്ട സന്ദർഭത്തിലൊന്നും അവർക്കിത് മനസ്സിലായി എന്നുള്ളത് കൊണ്ടാണ് അവരൊരിക്കലും തിരിച്ചെന്തു പറഞ്ഞില്ല, നീ എന്തീ പറയുന്നത്, അലിഫ് ലാം മീം എന്താണിത്, അല്ലെങ്കിൽ ഖാഫ് എന്താണിത് എന്നവർ ചോദിക്കുന്നില്ല. അവരാരും, അറബികൾ ഒരാൾ പോലും അവർക്കിത് മനസ്സിലാകാതെ പോയില്ല എന്നതിൻ്റെ സൂചനയാണത്. അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർ തിരിച്ചു ചോദിക്കുമായിരുന്നു. അറബികൾക്കിത് മനസ്സിലായിരുന്നു, ഈ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധ ഖുർആൻ ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് ഇതിലെ ആയത്തുകളുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉദ്ദേശം, ഇതിൻ്റെ മഗ്സയും മഅനയുമുണ്ട്. മഅന എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം, അത് പല അർത്ഥങ്ങൾ പറയപ്പെടും. ഉദാഹരണത്തിന് അലിഫ് ലാം മീം പറയപ്പെട്ട അർത്ഥങ്ങളിലൊന്ന് അലിഫ് അള്ളാഹ്, ലാം ജിബ്രീൽ, മീം മുഹമ്മദ്. ഒരർത്ഥം, ഒരു തഫ്സീർ അതാണ്. എല്ലാത്ത അർത്ഥങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തപ്പെട്ട ഗ്രന്ഥം ദാലിക്കൽ കിതാബ്, ആ ഗ്രന്ഥമാകുന്നു ഇത്. അതൊരു തഫ്സീറാണ്. ഇങ്ങനെ എല്ലാതെയും തഫ്സീറുകളുണ്ട്. ചില ആളുകൾ പിന്നെ എല്ലാ അക്ഷരങ്ങളും ചേർത്ത് എല്ലാ ഹുറൂഫുൽ മുഖത്തഅയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ചില വാചകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിയല്ല. നസ്സുൻ ഖാത്തിഉൻ ലഹു സിർ, നസ്സുൻ ഹക്കീമുൻ ഖാത്തിഉൻ ലഹു സിർ, എന്തായാലും അർത്ഥം ശരിയല്ല. എല്ലാ അലിഫ് ലാം മീം ഓരോരുത്തരുടെ അക്ഷരങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് അത് ശരിയല്ല. പക്ഷേ മുഫസ്സിരീങ്ങൾ, മുൻഗാമികൾ പലരും അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇതിന്. അതിലേത് അർത്ഥമാണ് ശരി അല്ലാഹു അലം, പക്ഷേ അതിന് അർത്ഥമുണ്ട്. അതുപോലെ അതിന് ഉദ്ദേശമുണ്ട്, മഗ്സയുണ്ട്. ഈ മഗ്സ ഈ പറഞ്ഞതാണ്. മഗ്സ എന്ന് പറഞ്ഞാൽ ലക്ഷ്യമുണ്ട്. ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. അറബികളെ ഇത് അറിയിച്ചൊരു കാര്യമുണ്ട്.